ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, പങ്കാളിയെ തുലയ്ക്കാനാണോ നീ താലി കെട്ടിയത്? ദമ്പതിമാര് ചിന്തിക്കേണ്ട ഒരു കാര്യം, വിവാഹ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നവര് മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. താലി കെട്ടിയവർ തങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ഈ താലി കെട്ടിയത് എൻ്റെ ജീവിത പങ്കാളിയെ തുലയ്ക്കാൻ വേണ്ടിയാണോ, അതോ അവളെ സ്നേഹിക്കാനും പരിപൂർണതയിലേക്ക് നയിക്കാനും അതിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പരിപൂർണത ഉണ്ടാകാൻ വേണ്ടിയാണോ കെട്ടിയത് എന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ സംഭവങ്ങൾ മൂലമാണ് ഈ ഒരു വിഷയം ഇങ്ങനെ അവതരിപ്പിക്കാൻ എൻ്റെ മനസ്സ് തോന്നിപ്പിച്ചത്. ഒരാൾ കെട്ടി, അധികം താമസിയാതെ തന്നെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയതൊന്നുമല്ല, ഞാൻ കെട്ടാൻ കാരണം എൻ്റെ അപ്പൻ നിർബന്ധമായിരുന്നു നിന്നെ കെട്ടണം. കാരണം കെട്ടിക്കഴിഞ്ഞാൽ എനിക്കും വിദേശത്ത് പോകാൻ പറ്റും, അപ്പോൾ അവിടെ സെറ്റിൽഡ് ആകാൻ പറ്റും, അങ്ങനെ ഞങ്ങളുടെ കുടുംബം സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടോളും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അപ്പന് എതിർക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് ഞാൻ കെട്ടി. അവര് ഒരു വിദേശ രാജ്യത്ത് സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലവാരത്തിലാണ്, പക്ഷെ ഇപ്പോഴും മനസ്സുകൊണ്ടൊന്ന് പൊരുത്തപ്പെട്ട് ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയില്ല. മക്കളുണ്ടായി, പക്ഷേ സൗഹൃദം അവരുടെ ഇടയിൽ ഇന്നും ഉണ്ടായിട്ടില്ല. കെട്ടി അന്നുമില്ലായിരുന്നു, ഇന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന, ഇത് ഈ ഒരു വാർത്ത കേട്ടപ്പം മുതൽ ഈ സ്ത്രീയുടെ മനസ്സിടിഞ്ഞ് വളരെയേറെ വിഷമവും വേദനയിലും അവർ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ കെട്ടിയത് ശരിക്കും ജീവിത പങ്കാളിയെ തുലയ്ക്കാൻ വേണ്ടിയല്ലേ? ഇങ്ങനെ ഒരു മനോഭാവത്തോടുകൂടി ലക്ഷ്യത്തോടുകൂടി വിവാഹം കഴിച്ചത്, ഇതൊക്കെ വലിയ ക്രൂരതയാണ് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. വേറൊരു സംഭവം പറഞ്ഞത്, കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ട്. ഇപ്പോഴും ഭർത്താവിന് പേടിയാണ് ഭാര്യയോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ, അടുത്തിരിക്കാൻ, കൂടെ കൊണ്ടുപോകാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിയാണ്. ആരെയാ പേടിക്കുന്നത്? അമ്മയെ പേടിയാണ്. അമ്മയ്ക്കത് ഇഷ്ടപ്പെടുകയല്ല. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇതൊന്നും കൊടുക്കാതെ കണ്ട് ആ ഒരു അകൽച്ച വെച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ. ഇത്രയും പേടിയുള്ള ഒരു വ്യക്തി എന്തിനാ കെട്ടാൻ പോയത്? ശരിക്കും അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതാണോ വിവാഹ ജീവിതം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ആവശ്യത്തിന് വൈകാരിക പക്വതയും ആത്മീയ വളർച്ചയും ഇല്ലാത്തവരെ കെട്ടിയാലും ആ വിവാഹം വിജയം കാണണമെന്നില്ല. ഇതിനേക്കാൾ ഒത്തിരി വേദനാജനകമായ ഒരു സംഭവം, ഒരു ചെറുപ്പക്കാരൻ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് അവൻ കല്യാണം കഴിച്ചു. ആദ്യ രാത്രിയിൽ അവൻ്റേതായിട്ടുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം തല്ലി തകർത്തു ഭാര്യ. അവളുടെ അടുത്ത് ചെന്നപ്പോഴേ അവള് നയം വ്യക്തമാക്കി. അവൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ മേത്ത് തൊട്ടുപോകരുത്, ഞാൻ നിൻ്റെ കൂടെ പൊറുക്കാൻ വേണ്ടിയൊന്നും അല്ല ഈ കല്യാണത്തിന് നിന്നു കൊടുത്തത്, എൻ്റെ മാതാപിതാക്കളോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അവര് നിർബന്ധിച്ച, അല്ലെങ്കിൽ അവര് കണ്ടുപിടിച്ച ഒരു ചെറുക്കൻ, ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് വേറൊരാളെ, അതിനൊട്ട് അവർ സമ്മതിച്ചില്ല. അങ്ങനെ ഈ ഒരു ചെറുക്കനെ കെട്ടാൻ അവൾ നിർബന്ധിതയായി. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ വിവാഹത്തിന് സമ്മതിച്ചു. ശരിക്കും ആ ചെറുക്കനെ വഞ്ചിക്കുകയല്ല, ചതിക്കുകയല്ല ചെയ്തത്. ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ, ഇതുപോലത്തെ ഇതിനേക്കാൾ വേദനാജനകമായ പല സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ, ഏതാനും വചനങ്ങൾ ചേർത്ത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, നിനക്ക് വിവാഹിതർക്ക് നിങ്ങളുടെ പങ്കാളിയെ പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം. അതിന് സാധ്യതയുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, എ പോസിറ്റീവ് തിങ്കർ. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ലോകത്ത് നമുക്ക് പല ഗെയിംസ് ഉണ്ട്, മത്സരങ്ങളുണ്ട്, കോമ്പറ്റീഷൻ. വേണേ ഫുട്ബോൾ ആയിരിക്കാം, വോളിബോൾ ആയിരിക്കാം, ക്രിക്കറ്റ് ആയിരിക്കാം, അങ്ങനെ ഏതാണേലും ഒരു ടീം ജയിക്കണമെങ്കിൽ മറ്റേ ടീം തോക്കണം. എതിരാളികൾ തോക്കുമ്പോഴാണ് ഒരു ടീം ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുക. പക്ഷേ ഈ പോസിറ്റീവ് തിങ്കർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലോകമാസകലമുള്ള ഗെയിമിൽ ഒറ്റ ഗെയിമേ ഉള്ളൂ, ഇരു ടീമും നന്നായി കളിച്ചാൽ, നന്നായി പെർഫോം ചെയ്താൽ ഇരു ടീമും വിജയം വരിക്കും. ഇതിലേതെങ്കിലും ഒരു ടീം മോശം പ്രകടനം കാഴ്ചവെച്ചാൽ ഇരു ടീമും തോറ്റുപോകും, പരാജയപ്പെടും. ആ ഗെയിമാണ് വിവാഹം. അതിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്, വലിയൊരു സന്ദേശമാണ് അത് നമുക്ക് നൽകുക. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയെ പൊട്ടിക്കാൻ പറ്റും, എൻ്റെ ജീവിത പങ്കാളിയെ പരാജയപ്പെടുത്താൻ പറ്റും. ഞാനൊരു ഉത്തമ ഭർത്താവാകുന്നതിൽ, ഒരു ഉത്തമ ഭാര്യയാകുന്നതിൽ എനിക്ക് പരാജയം വന്നാൽ, ഞാൻ ബോധപൂർവം എൻ്റെ ജീവിതത്തെ തിരുത്താതിരുന്നാൽ എൻ്റെ ജീവിത പങ്കാളിയും പരാജയപ്പെടും എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുക. സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ടെങ്കിലും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ മൂലം എൻ്റെ ജീവിത പങ്കാളി പൊട്ടരുത്,
പരാജയപ്പെടരുത്. നമുക്ക് കാണാൻ സാധിക്കും തോബിത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം. അവിടെ യദ്ന റഗുവൽ ദമ്പതിമാർ അവരുടെ മകൾക്കും അവളെ കെട്ടുന്ന തോബിയാസിനും കൊടുക്കുന്ന ഒരു നിർദ്ദേശം അവിടെ കാണാൻ പറ്റും. മകളോട് പറഞ്ഞൊരു കാര്യം, മകളെ നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഞങ്ങൾക്കിടവരട്ടെ. തോബിയാസിനോട് പറഞ്ഞൊരു കാര്യം, മകനെ ഒരു കാരണവശാലും നീ ഇവളെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ജീവിത പങ്കാളിക്ക് ഒരുപാട് നമുക്ക് മുറിവ് കൊടുക്കാം, ദുഃഖം കൊടുക്കാം. ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ കുറവുകൾ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. അതിനുള്ളതാണ് വിവാഹ ജീവിതം. ദമ്പതിമാരുടെ ഇടയിൽ ഒരു സൗഹൃദം വളർത്താനുള്ളതാണ് വിവാഹ ജീവിതം എന്ന കാര്യം ഒരു ദമ്പതി പോലും മറക്കരുത്. രണ്ടാമതായിട്ട്, ഈ വിവാഹം വിജയിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങൾ വചനം പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധർ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ദമ്പതിമാർ വിജയം വരിക്കാൻ ഇരുവർക്കും ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ: ഒരു കപ്പ് വിവേകം, ഒരു വീപ്പ സ്നേഹം, ഒരു സാഗരത്തോളം ദീർഘക്ഷമ. ഈ 3 കാര്യങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനുണ്ടെങ്കിൽ ആ കുടുംബം സ്വർഗം പോലെ ആകില്ലേ? വിവേകം, സ്നേഹം, ദീർഘക്ഷമ. ഇവ ചങ്കോട് ചേർത്ത് പിടിച്ച് വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ഭാര്യയ്ക്കും ഭർത്താവിനും പറ്റണം. മറ്റൊരു കാര്യം, നിസ്വാർത്ഥ സ്നേഹം. ഒരുപാട് ദമ്പതിമാരുടെ ജീവൻ അപഹരിക്കുന്ന, സന്തോഷം കെടുത്തുന്ന ഒരു കാര്യമാണ് കടുത്ത സ്വാർത്ഥത. യാക്കോസ്ലീഹ 3:16 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എവിടെ സ്വാർത്ഥതയുണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും മുളയെടുക്കും. ഭർത്താവ് സ്വാർത്ഥമതിയാണെങ്കിൽ, ഭാര്യ സ്വാർത്ഥമതിയാണെങ്കിൽ, രണ്ടുപേരും സ്വാർത്ഥതയാണ് അവരെ ഭരിക്കുന്നത് എങ്കിൽ നിശ്ചയമായിട്ട് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ആ കുടുംബത്തിൽ, ആ വിവാഹത്തിൽ മുളയെടുക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പോലും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, വൈകാരിക പക്വത. ഈ പക്വത ഇല്ലെങ്കിൽ വിവാഹം വിജയിക്കാൻ വളരെ പാടാണ്. പ്രായം ചെന്നാൽ പോരാ, കെട്ടാനുള്ള പ്രായമായ പോരാ, വൈകാരിക പക്വത. ആ പക്വത പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ജീവിത പങ്കാളിയെ എൻ്റെ ഇഷ്ടമനുസരിച്ച് അവരെപ്പോഴും നിൽക്കണം എന്നുള്ള ചിന്തയെക്കാളും എനിക്കെൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പൂർണ്ണതയിലേക്ക് നയിക്കണം, അങ്ങനെയുള്ള ചിന്തകളായിരിക്കും നമ്മളെ ഭരിക്കുക. ദീർഘക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചതാണ്. കടൽ പോലെ വിശാലമായ ദീർഘക്ഷമ ദമ്പതിമാർക്ക് ആവശ്യമാണ്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ മനുഷ്യപ്രയത്നം ദൈവാനുഗ്രഹത്തോട് ചേരുന്നിടത്താണ് വിജയം. അതുകൊണ്ട് ദമ്പതിമാരായി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൺട്രിബ്യൂട്ട് ചെയ്യണം. ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിക്കണം. സഭാപ്രസംഗൻ അതിൻ്റെ 4:12 വായിക്കുമ്പോൾ മുപ്പിരിച്ചരടായി മാറേണ്ടവരാണ് ദമ്പതിമാരെ. ഭാര്യയും ഭർത്താവും കർത്താവും. ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ഉയർത്തുന്നെങ്കിൽ എന്തെല്ലാം വന്നാലും അവിടെയെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ച് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ സാഹചര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും. ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റും. അതിനുവേണ്ട കൃപയ്ക്കായി ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.